അപ്പം ഞാനാണിച്ച് പിന്നെ ഒരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ഒരു കട്ട സ്കോഡായിട്ട് കളിക്കാനൊക്കെ പോകുന്നത് BR മാച്ചാണ്. ടീമേറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ഞാനുണ്ട്, മൊച്ചുണ്ട്, പിന്നെ ഫ്ലാഷ് ഉണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം ആദ്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ സ്കോഡൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് ഒരു BR മാച്ചൊക്കെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ബൂയെ കൺഫേം ആണ്, ബൂയെ അടിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് ഇറങ്ങിയെന്ന് പീക്കിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു മലയാളി സ്കോഡ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഹരിന്ന് ഒരു കിൽഫീൽഡ് കണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ആ മലയാളി സ്കോഡ് നമുക്ക് തന്നെ വൈപ്പാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കളിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈമിൽ 20 ഡാമേജിലൊക്കെ കില്ല് കിട്ടിയായിരുന്നു. പിന്നെ നോക്കുകയാണെന്ന് ഒരു 30 ഡാമേജിൽ നമുക്ക് അടുത്ത കില്ലും കിട്ടിയിട്ടാണ് 2 കില്ലൊക്കെ നമുക്ക് കിട്ടിയാറുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഫ്ലാഷിന് ഒരു പ്ലെയർ അടിച്ച് കൊന്നെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്ലെയറിനെ സ്പോട്ട് ചെയ്തപ്പോൾ തന്നെ അടിച്ചങ്ങ് നോക്കാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫിനിഷ് ആക്കി. പിന്നെ നമ്മുടെ ടീമേറ്റ് ഫ്ലാഷ് ആണിച്ച് ഒരു നന്മയുള്ള ലോകമായിട്ട് അവനെ AW ഒക്കെ എനിക്ക് വേണ്ടി കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണിച്ച് എൻ്റെ AK അവന് കൊടുത്തിട്ടാണ് അവൻ്റെ AW ഞാൻ അങ്ങ് മേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോയോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡബിൾ സ്നൈപ്പറൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ നോക്കുകയാണെന്ന് ആ ഹരി എന്ന് പറഞ്ഞ പ്ലെയർ നമ്മൾ ആദ്യം നോക്കാക്കിയായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ആദ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ടീമിന് നോക്കാക്കിയായിരുന്നു. അപ്പോൾ ഇതാണ് അവൻ മലയാളി സ്കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് അങ്ങ് ഫൈറ്റ് എടുക്കാന്നൊക്കെ വിചാരിച്ചു. ആ പ്ലെയർ എന്ന് പറഞ്ഞാൽ സ്നൈപ്പർ വെച്ചിട്ടാണ് നോക്കൊക്കെ ആക്കിയായിരുന്നു. പിന്നെ ടീമേറ്റ് നോക്കുകയാണെന്ന് താഴെ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നോക്കുകയാണെന്ന് പൊളിഞ്ഞ വീടിനുള്ളിൽ തന്നെ ടീമേറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കിയാൽ ഫസ്റ്റ് ടൈം ഒരു ഷോട്ട് കൊടുത്ത് പിന്നെ ഷോട്ട് കൊടുത്തിട്ടാണ് ആ ടീമിനെ ഫുള്ള് വൈപ്പാക്കിയിട്ടുണ്ടായിരുന്നു. പേര് നോക്കുകയാണെങ്കിൽ ചേസ് സോളോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി സ്കോഡിന് അങ്ങ് വൈപ്പൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ നിന്നാണ് വേറെ പ്ലെയർ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നോക്കിയില്ല ആ പ്ലെയറിനെ ഫസ്റ്റ് ടൈമിൽ നോക്കാക്കി. പിന്നെ അവരുടെ ടീമേറ്റ് അതൊന്നും മേളിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നോക്കിയില്ല ഫസ്റ്റ് ടൈമിൽ ഷോട്ട് കൊടുക്കാന്നൊക്കെ വെച്ചൊരു 150 കൊടുത്ത് പിന്നെ ഒരു ഷോട്ട് കൊടുത്തിട്ടാണ് ആ പ്ലെയറിനെ കൊണ്ടിട്ടാണ് ആ ടീമിനെ അങ്ങ് വൈപ്പൊക്കെ ആക്കി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് അടിക്കാത്ത മച്ചന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് സബ്സ്ക്രൈബ് അടിച്ച് നമ്മുടെ കൂടെ നിൽക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് അടിക്കുന്ന മച്ചന്മാർ മാത്രം ഇതേക്കാണ് റെഡ് ഹാർട്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട. എത്ര ആൾക്കാർ സബ്സ്ക്രൈബ് അടിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 5 ലൈവ് ഒക്കെ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ആണ് ഒരു എനിമിനെ സ്പോട്ട് ആക്കി. അപ്പോൾ ആ പ്ലെയറിനെ അങ്ങാടിച്ച് നോക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടീമേറ്റ് അപ്പുറത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ 150 കൊടുത്ത് പിന്നെ നമ്മൾ ടീമേറ്റിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു 150 കൊടുത്തിട്ടുണ്ട് കയറി അടിച്ചോ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഫ്ലാഷ് ആണിച്ച് കയറി പോയിട്ട് അവനെ വന്നിട്ടാണ് കളിയൊക്കെ അങ്ങ് ബൂയൊക്കെ അടിച്ചിട്ട്. പിന്നെ നമ്മുടെ മലയാളി പ്ലെയർ ആണിച്ച് നമുക്ക് റിക്വസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ ഞാനാണിച്ച് ഫ്രണ്ട് ആക്കാൻ നോക്കുമ്പോൾ മച്ചാൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് ഫുൾ ഉണ്ടായിരുന്നു. അത് തന്നെ ഫ്രണ്ട് ആക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും മച്ചാനൊരു സ്ലോട്ട് ഇട്ട് ഞാൻ ഫ്രണ്ട് ആക്കാം. അപ്പോൾ ശരി എന്നാ.